ഇന്ത്യൻ കായിക ലോകത്തിന് നാണക്കേടുണ്ടാക്കുന്ന ഗുരുതരമായ ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ ഇന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കായിക രംഗത്തെ കളങ്കിതമാക്കുന്ന ഉത്തേജക മരുന്ന് ഉപയോഗത്തിൽ കഴിഞ്ഞ വർഷം ഇന്ത്യ ഒരു പുതിയ റെക്കോർഡ് ഇട്ടിരിക്കുകയാണ്. കഴിഞ്ഞ 4 വർഷത്തിനിടെ രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും ഉയർന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കായിക താരങ്ങളുടെ മെഡലുകൾ അഭിമാനിക്കുമ്പോൾ തന്നെ അതിന്റെ പിന്നിലെ ഈ ഇരുണ്ട യാഥാർത്ഥ്യം നമ്മെ ചിന്തിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഉത്തേജക ഉപയോഗത്തിൽ നാണക്കേടിന്റെ റെക്കോർഡിട്ട് ഇന്ത്യൻ കായിക താരങ്ങൾ. 2024 മാത്രം രാജ്യത്തെ 200-ലധികം കായിക താരങ്ങളാണ് ഉത്തേജക പരിശോധനയിൽ പരാജയപ്പെട്ടത്. ഇത് രാജ്യത്തെ ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും ഉയർന്ന കണക്കാണ്. ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് ഉത്തേജക വിരുദ്ധ നിയമം നടപ്പാക്കിയ ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്ന വസ്തുതയാണ്. നിയമം നിലവിൽ വന്നതിന് ശേഷം ഉത്തേജക മരുന്ന് ഉപയോഗം വർദ്ധിക്കുന്ന ഈ പ്രവണത വലിയ ആശങ്കകളാണ് ഉയർത്തുന്നത്. കേന്ദ്ര കായിക മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 2021 മുതൽ 2024 വരെയുള്ള 4 വർഷത്തിനിടെ 640 കായിക താരങ്ങളാണ് ഉത്തേജക മരുന്ന് ഉപയോഗിച്ചതായി കണ്ടെത്തിയത്. രാജ്യത്തെ ഈ കാലയളവിൽ 19,218 കായിക താരങ്ങളെയാണ് പരിശോധനയ്ക്ക് വിധേയരാക്കിയിരിക്കുന്നത്. ഇതിൽ ഭൂരിഭാഗവും ദേശീയ അന്താരാഷ്ട്ര താരങ്ങളാണെന്നും ഏറെ ശ്രദ്ധേയമാണ്. ലോക ഉത്തേജക വിരുദ്ധ ഏജൻസിയായ വാഡയുടെ കണക്കുകളിൽ നിയമലംഘനങ്ങളിലും ഇന്ത്യയാണ് 1-ാം സ്ഥാനം തുടരുന്നത്. ഈ പ്രവണത പെട്ടെന്നുണ്ടായതല്ല. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഉത്തേജക മരുന്ന് ഉപയോഗം തുടർച്ചയായി വർദ്ധിക്കുകയാണ്. 2021 42 പേരാണ് ഉത്തേജക പരിശോധനയിൽ പരാജയപ്പെട്ടതെങ്കിൽ 2022 ഇത് 125 ഉയർന്നു. 2023 213 കായിക താരങ്ങളാണ് പിടിയിലായത്. 2019 225 പേർ പിടിക്കപ്പെട്ടതായിരുന്നു ഇതിനു മുമ്പത്തെ റെക്കോർഡ്. ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇന്ത്യൻ കായിക രംഗത്ത് ആഴത്തിൽ വേരൂന്നിയ ഒരു പ്രശ്നമാണിത് എന്നതാണ്. വിവിധ കായിക ഇനങ്ങളിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഉത്തേജക ഉപയോഗത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അത്ലറ്റിക്സ് താരങ്ങളാണ്. കഴിഞ്ഞ വർഷം മാത്രം 77 അത്ലറ്റുകളാണ് പിടിക്കപ്പെട്ടത്. അത്ലറ്റിക്സ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉത്തേജക ഉപയോഗം കണ്ടെത്തിയത് ഭാരോദ്വഹനത്തിലാണ്. 43 കേസുകളുമായി ഭാരോദ്വഹനവും 29 കേസുകളുമായി ഗുസ്തി താരങ്ങളും തൊട്ടും പിന്നിലുണ്ട്. ഇന്ത്യ സമീപകാലത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച ബോക്സിംഗിൽ പോലും കേസുകൾ വർദ്ധിച്ചിട്ടുണ്ട്. 2023 9 കേസുകൾ രേഖപ്പെടുത്തിയ ബോക്സിംഗിൽ 2024 ഇത് 17 ഉയർന്നു. പരിശീലകരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും അറിവോടുകൂടിയാണോ ഈ പ്രവണതകൾ നടക്കുന്നത് എന്നതും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കായിക താരങ്ങൾക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സമ്മർദ്ദമേറുന്ന സാഹചര്യത്തിൽ എളുപ്പ വഴികൾ തേടുന്നതാണോ ഇതിന്റെ പ്രധാന കാരണമെന്നും വിലയിരുത്തേണ്ടതുണ്ട്. രാജ്യത്ത് കായിക രംഗത്തെ ഉത്തേജക മരുന്ന് ഉപയോഗം നിയന്ത്രിക്കുന്നതിനായി 2022 ഈ ദേശീയ ഉത്തേജക വിരുദ്ധ നിയമം പ്രാബല്യത്തിൽ വന്നത്. പരിശോധനാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാകുന്നതിനും ദേശീയ ഉത്തേജക പരിശോധന ഏജൻസിയായ നാഡയ്ക്ക് കൂടുതൽ അധികാരം നൽകുന്നതിനും ഈ നിയമം ലക്ഷ്യമിട്ടിരുന്നു. എന്നാൽ നിയമം വന്നിട്ടും കണക്കുകൾ കുത്തനെ ഉയരുന്ന സാഹചര്യത്തിൽ നിയമത്തിന്റെ ഫലപ്രാപ്തിയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയരുന്നു. ഈ വിഷയത്തിൽ കേന്ദ്ര കായിക മന്ത്രാലയം കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാഡയുടെ പ്രവർത്തനം കൂടുതൽ സുതാര്യവും സ്വതന്ത്രവുമാക്കുന്നതിനായി ഉത്തേജക വിരുദ്ധ ബില്ലിന്റെ ഭേദഗതി പാർലമെന്റിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇത് നാഡയെ കൂടുതൽ ശക്തമായ ഒരു സംവിധാനമാക്കി മാറ്റുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഈ കണക്കുകൾ കേവലം സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രമല്ല, മറിച്ച് ഒരു താരത്തിന്റെ കരിയർ, ഭാവിയും സ്വപ്നങ്ങളും കൂടിയാണ്. ഉത്തേജക ഉപയോഗം താരങ്ങളെ ശാരീരികമായും മാനസികമായും തകർക്കും. അതിനാൽ ശക്തമായ നിയമ നടപടികൾക്കൊപ്പം താരങ്ങൾക്ക് ഉത്തേജക മരുന്നുകളെക്കുറിച്ചും അതിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചും ശരിയായ അവബോധം നൽകേണ്ടത് അത്യാവശ്യമാണ്. മെഡലുകൾക്ക് പിന്നാലെ പാഞ്ഞ് മൂല്യങ്ങൾ മറക്കുന്ന ഒരു കായിക സംസ്കാരം ഇന്ത്യക്ക് വേണ്ട. നമ്മുടെ കായിക താരങ്ങളെ ഉത്തേജക വിമുക്തമാക്കാൻ സർക്കാരും കായിക സ്ഥാപനങ്ങളും സമൂഹവും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.